ഹലോ ഹായ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു റവ ദോശയാണ്. അപ്പം അതിന്റെ ഇൻഗ്രീഡിയൻസ് അല്ലേ ഇരിക്കുന്നത്? അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് 1.5 കപ്പ് റവ കുതിർത്തത്, 1/2 കപ്പ് ആട്ടാമാവ്, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, 8 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, 1/4 സ്പൂൺ ജീരകം, 3-4 പച്ചമുളക്, കുറച്ച് ഉപ്പ് ആവശ്യത്തിന്. അപ്പൊ ഇനി നമുക്ക് അരച്ചെടുക്കണം. അപ്പം റവ കുതിർത്തത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇത് 5 മിനിറ്റ് കുത്താൻ മതിയായിരുന്നല്ലോ അല്ലയോ? 5 മിനിറ്റോളം കുത്തിരുന്നാൽ മതി. 5 മിനിറ്റ് കുത്താറപ്പ. പിന്നെ അതിന്റെ കൂടെ ഗോതമ്പ് പൊടി ഉണ്ട്. ഗോതമ്പ് പൊടിയും കൂടെ ഇടണം. 1/2 കപ്പ് ഗോതമ്പ് അതും കൂടെ ഇതിലേക്ക് ഇടണം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടണ്ടേ? അതെല്ലാം ഇടണം. ഇനി തക്കാളി, ചുവന്നുള്ളി, പച്ചമുളക്, ജീരകം, 1/4 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇത് വെള്ളം പാകത്തിന് വെള്ളം ഒഴിച്ച് വേണം നമ്മൾ അരച്ചെടുക്കാൻ. അതെ. അപ്പം നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ച് നമുക്ക് ആട്ടിയെടുക്കാം. നോക്കിയിട്ട് വെള്ളം ഒഴിക്കാം. ശരിയാണ്. അപ്പൊ ആട്ടാല്ലേ? നമുക്ക് വെള്ളം കുറവാണ്, ശകലവും കൂടെ വെള്ളം ഒഴിച്ചു പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കണം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമുക്ക് അരച്ചെടുക്കാം. ഇപ്പൊ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. അതായത് 2 തവണയായിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. മാവ് ആവശ്യത്തിന് തോനെയുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇനി ഇത് ജാറിലേക്ക് മറ്റൊരു അടുത്ത് അരച്ചെടുക്കാം. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ആക്കാം. നല്ല അരഞ്ഞിട്ടോട്ടല്ലേ? ഇനി ഇത് ബൗളിലേക്ക് മാറ്റാം. നമുക്ക് ബൗളിലേക്ക് ഒഴിക്കാം. ഇനി അടുത്ത് അരച്ചെടുക്കാം അല്ലേ? അടുത്തതും കൂടെ നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മള് മാവെല്ലാം രണ്ടായിട്ട് അരച്ചെടുത്തു. അത് നമുക്ക് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇത് നമ്മുടെ ദോശമാവിന്ന് ശകലവും കൂടെ ലൂസായിട്ട് എടുത്താൽ മതിയാകും. അപ്പം ആട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ചേർക്കാം. പിന്നീട് കുറച്ച് 1 സ്പൂണോളം വിനാഗിരിയും കൂടെ നമുക്കതിലേക്ക് ചേർക്കാം. ഒരു നുള്ളു സോഡാപ്പൊടി, 1 സ്പൂൺ വിനാഗിരി. അന്നേരം നമ്മുടെ ദോശയ്ക്ക് നല്ല ക്രിപ്സ് ആയിട്ടും കിട്ടും, നല്ല ടേസ്റ്റുമായിരിക്കും, നല്ല രുചിയുമായിരിക്കും. നല്ല മയമായിട്ട് കിട്ടും. നല്ല മയമായിട്ടും നല്ല രുചിയായിട്ടും നല്ല ക്രിപ്സി ആയിട്ടും കിട്ടും. മയമായിട്ടല്ല, നല്ല ക്രിപ്സി ആയിട്ട് നല്ല അടിപൊളി ദോശയായിരിക്കും. അപ്പം നമുക്ക് ഈ മാവില് വിനാഗിരിയും സോഡയും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ലാതെ ഓപ്ഷനാണ്. പിന്നെ നമ്മൾ അരി ആട്ടുമ്പോൾ അതിനകത്ത് 2 സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിന് നല്ല മയം കിട്ടും. ഇതിന് പകരം ഈ വിനാഗിരിക്ക് സോഡയ്ക്കും പകരമായിട്ട് തൈര് ചേർത്ത് കൊടുത്താൽ മതിയാവും. അരി ആട്ടുമ്പോൾ അതിനോട് ചേർത്ത് കൊടുക്കണം, ചേർത്ത് ആട്ടണം. അപ്പൊ നമുക്ക് ഇനി ചൂടാല്ലോ. കല്ലൊക്കെ ചൂടായി ദോശ ചൂടാ. നമുക്ക് എണ്ണ പുരട്ടി കൊടുക്കാം, സാധാ ദോശ ഇടുന്നത് പോലെ. നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. കനം കുറച്ച് പരത്തിയെടുക്കാം. അതിന്റെ ഒരു വശം നല്ലതുപോലെ വേവട്ടെ. നല്ലപോലെ ഒരു വശം വേവിച്ചു വേവണം. അപ്പം നമുക്ക് ദോശ സൈഡ് തിരിച്ചിടാം. ഇനി നമുക്ക് ഒരു സൈഡ് വേണ്ട, അത് തിരിച്ചിടാം. നല്ല മുരിച്ചെടുക്കണം. നല്ല മുരിച്ചെടുക്കണം, നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ദോശ വന്നിട്ടുണ്ട്, എടുക്കാം. നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ദോശയാണ്. നമുക്ക് മറ്റുള്ള ദോശയെ പോലെ തലേന്ന് അപ്പം നമുക്കിത് എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ദോശയാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ തലേന്ന് നമുക്ക് അരി ഇടുകയോ ഉഴുന്നിടുകയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല. പെട്ടെന്ന് തന്നെ റവയും കുതിർത്ത് ആട്ടാമാവും ചേർത്ത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ദോശയാണിത്. കാര്യങ്ങളൊന്നുമില്ല. അതിന് പെട്ടെന്ന് നമുക്കൊരു ദോശ ഉണ്ടാക്കണമെന്ന് വെക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം.
അവിടെ ഒരു വശം കഴിയും. അപ്പം നമ്മുടെ രണ്ടാമത്തെ ദോശയും റെഡിയായി. അപ്പം നമ്മൾ റവ കൊണ്ടുണ്ടാക്കിയ രുചികരമായ ദോശ ഇവിടെ റെഡിയായി. അതിൻ്റെ കൂടെ നമ്മളിന്ന് കഴിക്കാം കടലക്കറിയും കൂടിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഏത് കറി വേണമെങ്കിലും കൂട്ടാം. ചമ്മന്തി കറി ആയാലും കടലക്കറി ആയാലും ഏതിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ നല്ല രുചികരമായ ഒരു ദോശയാണ്. അപ്പം എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും നമസ്കാരം.